എന്താ കേസൊന്നും വരെ പോലീസ് പിടിക്കുമ്പോ തള്ളാരധികം വരെ പോലീസൊന്നും വരില്ല. പോലീസ് വരാണെങ്കിൽ പറ്റല്ലേ ഒന്നോട്ടെ. അല്ല, തള്ള അറിയാത്തൊരു കേസിന് നീ പോകുമ്പോ പോലീസ് വരുമ്പോ ഞാൻ കൈമാൽ തൂങ്ങും. എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു സംഭവം ചെയ്യാൻ പോവാണ്. പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോവാ ഞാൻ. എനിക്ക് പോണേന്ന് വെച്ചേ കാര്യം അറിഞ്ഞല്ലോ. എന്നിട്ട് കാര്യം പറഞ്ഞ നീ അതിന് പ്രപ്പോസ് ചെയ്യാൻ പോണ കാര്യം 5 മണി നേരത്തെ ഏത് വേണം തന്നെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നത്. സോ ഹലോ ഗൈസ്, വാട്സ്ആപ്പ് മൈ യൂട്യൂബ് ഫാമിലി. ഇന്നത്തെ പരിപാടി കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഫൈനലി ക്രഷിനെ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. അപ്പോൾ സമയം ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അപ്പോൾ 4:20 കാലത്ത് 4 മണിക്കാണ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്, എന്നാലും ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങാം. ഞാൻ ഇട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് എനിക്കറിയുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാറുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ഈ സമയത്ത് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്ന് വർക്കൗട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് പ്രപ്പോസ് ചെയ്യാനുള്ള സീനാണ്. അപ്പോൾ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് വെച്ചാൽ ആലോചിച്ചിരിക്കുകയാണ്. അക്സെപ്റ്റ് ചെയ്യുമോ ചെയ്യില്ലേ എന്ന് എനിക്കറിയില്ല. എന്നാലും നോക്കി നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗ്യം, ഐ ഗെസ്. അപ്പോൾ ഒരു സാധനം കൂടി കാണിച്ചു തരാം. 2 മണി തൊട്ട് ഞാൻ എനിക്കിരിക്കുക. 2 മണിയായി, 2, 3, 4 യൂട്യൂബിൽ സോങ്സ് വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയണ്ടേന്ന്, എന്നിട്ട് പറയണ്ട, എന്ത് ചോദിക്കണ്ടേ. ഞാൻ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ആ ലെറ്റർ ഒരു 2 ആഴ്ച 3 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ടാവും ആ ലെറ്റർ എഴുതി വെച്ചിട്ട്. ജെന്യൂനായി കാരണം ഞാൻ ആ ലെറ്റർ എഴുതിയിട്ട് അതിൽ എനിക്ക് അവളോട് പറയാനുള്ള കാര്യം ഇപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിൽ അത് കൊടുത്താൽ മതി. അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതേപോലത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതാണ് കുറച്ച് റിസ്ക് എടുക്കാം. കാലത്ത് വെളുപ്പിന് 4 സമയം നോക്കും, 4:22, 4:30 സമയം. നമ്മൾ എന്തായാലും ലൈഫിൽ റിസ്ക് എടുക്കണം, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആളോട് നിങ്ങൾക്ക് എന്നിട്ട് പറയാം. ഒരാൾ നിങ്ങൾക്ക് സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആളോട് ഇഷ്ടം പറയുകയാണെങ്കിൽ തുറന്ന് പറയാം. എൻ്റെ അഭിപ്രായം അതാ. നിങ്ങളാളോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സമയം? ആൾക്ക് എങ്ങനെ അറിയാം ഇഫ് യു ലവ് ദം ഓർ നോട്ട്? ആൾക്ക് അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ. ലെറ്റർ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് ആ ലെറ്റർ. എഴുതി വെച്ചിട്ടുണ്ട്. 100% എഴുതി വെച്ചിട്ടുണ്ട്. അധികം എഴുതിയിട്ടില്ല, മെയിൻ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇതാണ് ആ ലെറ്റർ. അധികം ജെന്യൂനായിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ വ്ളോഗ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ വ്ളോഗ് ഉണ്ടാക്കാറില്ല. സോ ഹലോ ഗൈസ്, കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സമയം 5 മണി. കറക്റ്റ് 5 മണി. അപ്പോൾ കുറച്ച് കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ കണ്ടിട്ട് തന്നെ 6 മാസമായി. യെസ് ബ്രോ. എനിക്ക് പേര് ഞാൻ മറന്നു, എല്ലാ ഡീറ്റെയിൽസും ഞാൻ. അപ്പോൾ അവൾ യെസ് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പോൾ അവൾ നോ പറയുകയാണെങ്കിൽ അത് പിന്നെ ഇതിന് വ്ളോഗ് തന്നെ വരില്ല. യെസ് പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ വ്ളോഗ് ഇടുള്ളൂ. പിന്നെ പകുതി റെസ്റ്റ് ഓഫ് ദ വ്ളോഗ് അവൾ കണ്ടിന്യൂ ചെയ്യും. അതാണ് എൻ്റെ ഒരു ഐഡിയ. ബൈ ദ വേ, ഞാൻ ഇട്ടോണത് സിമ്പിളാണ്. സിമ്പിൾ ഡ്രസ്സ് ഇട്ടോണം. ഒരു ട്രാക്ക്, പിന്നെ ഒരു ലൂസ് ഫിറ്റ്, ഒരു ബിനി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കാണുമ്പോൾ തന്നെ പകുതി എയർ പോകും. ആൽഫ മെയിലെന്ന് പറഞ്ഞിട്ടാണ് കാര്യമില്ല. ഇപ്പം എന്നെ കയ്യും കാലം വരച്ച് തുടങ്ങി. എന്നിട്ട് പറയണ്ട, എന്നിട്ട് അവിടെ
പോയിട്ട് ടിക്കറ്റ് എടുക്കണം, ടോക്കൺ എടുക്കണം. നേരെ പോയി അവളുടെ റൂമിൽ കയറിയിട്ട് അവളെ വിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് കാര്യങ്ങൾ കുറച്ച് പ്രൈവറ്റ് സ്പേസിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊക്കെ പിടിപ്പിക്കുക. എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുമോ പറ്റില്ല എന്നൊന്നും അറിയില്ല. പിന്നെ അവൾ പഠിക്കണ സ്റ്റുഡൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അത്ര വയസ്സുള്ളൂ, 21 വയസ്സുള്ളൂ. പഠിക്കാൻ പോകുന്നുണ്ടോ? അല്ല, പഠിക്കുകയാണ്. ഇനി അവിടെ നിന്ന് ഷിഫ്റ്റായി വേറെ കോളേജിലേക്ക് അല്ലെങ്കിൽ വേറെ ആശുപത്രിയിലേക്ക് ആണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടു. അവൾ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എനിക്കറിയില്ല എന്തിട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ്. ഇന്നത്തെ ഡേറ്റ് തന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇവിടേക്ക് വന്നിട്ട് ഒരു 8-9 മാസമായി ഉണ്ടാവുള്ളൂ. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഹനുമാൻ ജയന്തി, ഇവിടെ ഹനുമാൻ ജയന്തി തന്നെയാണ് അതിനെ പറയുക. അപ്പോൾ ഹനുമാൻ ജയന്തി ഹനുമാനെ വിശ്വസിച്ച് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹോപ്പ്, ഓൾവേസ് കീപ് ദ ഹോപ്പ്. ഈ സമയമൊക്കെ ഞാൻ ഓടാൻ പോണ സമയമാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന സമയം ഈ സമയമൊക്കെ. ഞാൻ ഈ സമയത്ത് വ്ളോഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയേണ്ടതെന്നൊന്നും ഒരു പിടി കിട്ടണില്ല. അവിടെ പോയിട്ട് വേണം ഇനി കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ. ആയി കഴിഞ്ഞാൽ പക്ക ഈ വ്ളോഗ് വരും. ആയില്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ട, വ്ളോഗ് ഒരിക്കലും വരാൻ പോകണില്ല, ഇവിടെ തന്നെ നിൽക്കുള്ളൂ. ഇത് എന്തിനാ റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെക്കോർഡ് ചെയ്യാനൊരു കാരണമുണ്ട്. ഞാൻ ഇതുവരെയായിട്ടും ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ഫിസിക്കലായിട്ട് ഞാൻ ആരും അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. യു നോ വാട്ട് ഐ മീൻ. ഫിസിക്കലായിട്ട് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് ഇത് ആദ്യത്തെ പെണ്ണായിരിക്കും, ആദ്യത്തെ കുട്ടിയായിരിക്കും. ഐ ഹോപ്പ് ഷി ഡസൻറ്റ് ഹാവ് എ ബോയ് ഫ്രണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, യുനോ സ്റ്റഫ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്കും അതൊരു വലിയൊരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഹാർഡ് വർക്കിംഗ് ആണ്, നമുക്കറിയാം. യുനോ വാട്ട് ഐ മീൻ ടു സേ. സോ നമ്മൾ പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ടില്ല, നമ്മൾ പോണത്. യുനോ വാട്ട് ഐ മീൻ. സോ പക്ഷേ എന്നാലും ജസ്റ്റ് ഒരു കൂട്ടിന് വേണമെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടിനെ ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. ഞാൻ നിങ്ങൾക്കൊരു റീല് കാണിച്ചു തരാം, വെയിറ്റ്. അപ്പോൾ ഇനി മച്ചന്മാരെ നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് എന്ത് കണ്ടിട്ടാണ് നീ പറയണേ വെച്ചാൽ, സൗന്ദര്യം കണ്ടിട്ടാണോ എന്താ? ആദ്യത്തെ ദിവസം തന്നെ നീ കണ്ടു മുട്ടി, അതൊന്നും ഞാൻ പറയാൻ നിൽക്കണില്ല. നേരെ റീല് കണ്ടു, അല്ലെങ്കിൽ കേട്ടാലും മതി. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഈ നമുക്ക് തോന്നില്ലേ ചില രൂപവും ഭാവവും, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഇഷ്ടപ്പെട്ടു അതന്നെ ഇഷ്ടപ്പെട്ടു, അതന്നെ, വേറൊന്നുമില്ല. സോറി. ഇപ്പോൾ കുട്ടി യെസ് പറയുകയാണെങ്കിൽ ഈ വ്ളോഗ് ഞാൻ എന്തായാലും ഇടും. അത് നിങ്ങൾക്ക് 100 പ്രാവശ്യം ഞാൻ പറയണം. ഇനി അമ്പലത്തിൽ പോയിട്ട് എന്തായാലും അമ്പലത്തിൽ പോകണം. 6 മണി ആകുമ്പോഴേക്കും അവിടെ എത്തണം. എൻ്റെ ബൈക്കുമ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല, എൻജിൻ കംപ്ലൈൻറ്റാണ്. എൻജിൻ കംപ്ലൈൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓടും ഓയിൽ കത്താം. അത് കാരണം ഇവിടെ നിന്ന് നേരെ ഞാൻ വല്യമാരെ വീട്ടിൽ പോയിട്ട്, വല്യമാരെ മോൻ എൻ്റെ ചേട്ടൻ്റെ ബൈക്ക് എടുത്ത് ഞാൻ നേരെ പോകും ഡൊമിനാർ 400. അപ്പോൾ അതിൽ പറപ്പിക്കാം, സീനില്ല, പെട്ടെന്ന് എത്താം. പിന്നെ കൈ കാഴ്ചു. പിന്നെ വേറൊരു കാര്യം, കുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. സോറി. അപ്പോൾ ഇനി നേരെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് അമ്പലത്തിൽ വെച്ചിട്ട് കാണാം. പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ ഇറങ്ങാം. ഓക്കെ, ഇത്ര എനിക്ക് പറയാനുള്ളതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. എനിക്ക് കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടണില്ല. എന്നിട്ടാ പറയാണ്ടിരിക്കണ്ടേ എന്നൊന്നും എനിക്ക് കിട്ടണില്ല. സോറി. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എന്നെ കൈയും കാലം മറിച്ചിട്ട് പാടില്ല. എന്നിട്ട് അവിടെ പോയിട്ട് പറയാണ്ടിരിക്കുക. കിട്ടുമോ പിന്നെ കുട്ടീനെ, കിട്ടുമോ കിട്ടില്ല, കാണാൻ പറ്റുമോ പറ്റില്ല എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ തന്നെ അത് വലിയൊരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പോയിട്ട് ടോക്കൺ എടുത്ത് പോലെ അഭിനയിച്ചിട്ട് വേണം മുകളിലത്തെ സ്റ്റെയർ കേസ് കയറാൻ വേണ്ടി. ഇഞ്ചറി സെക്ഷനൊക്കെ ഇല്ലേ അവിടെ, ഈ ബാൻഡേജും തേങ്ങമാങ്ങയൊക്കെ ചുറ്റണമൊക്കെ എന്താ പരിപാടിയാണ് എനിക്കറിയില്ല. നല്ലൊരു പരിപാടിയാണ്. പക്ഷേ അവിടെ പോയിട്ട് ഇനി ആ കുട്ടി അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകണില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഐ ഹോപ്പ് ഷി വിൽ ബി ദർ ആൻഡ് ഐ ഹോപ്പ് ഇതൊക്കെ നടക്കും. യെസ് പറയൂ.
6 മാസമായി കണ്ടിട്ട്, പേര് ഓർമ്മയില്ല. അത്രയും തന്നെ, നിങ്ങൾ ഈ കണ്ട റീൽ തന്നെ അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. യുനോ വെരി ടഫ് സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ചിലവർ ഇനി ഈ വീഡിയോ ഈ വ്ളോഗ് ചിലപ്പോൾ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ചിലവർ, അത് നീ ആൽഫാമേലല്ലേ, നിനക്കെന്തിനാ പെണ്ണ് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഗൈസ്, ആസ് എ ആൽഫ മാൻ, ആസ് എ ആൽഫ മെയിൽ, ഞാൻ ഒരു ഹ്യൂമൻ ബീങ് ആൻഡ് 21 years, യുനോ. സോ എന്തെങ്കിലും ഒരു ആഗ്രഹം, 1 life, ദർ ഈസ് ഓൺലി ഒരു ലൈഫുള്ളൂ. ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണോ അതൊക്കെ ചെയ്യുക എന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വർക്കൗട്ട് ആവുകയാണെങ്കിൽ കുഴപ്പമില്ല, വർക്കൗട്ട് ആവില്ലെങ്കിൽ നമുക്ക് നോക്കാം. അമ്മയുടെ റിയാക്ഷൻ കൂടി നമുക്കൊന്ന് നോക്കിയറിയാം. അമ്മ ഓടിക്കുക, വാ, ഒരു സംഭവമുണ്ട്, വാ. എങ്ങനെ മുടി ഇട്ടേച്ചാൽ അമ്മ വാ. എൻ്റെ വർക്കൗട്ടിൻ്റെ ഡേറ്റ്സ്. ഇപ്പം ഇന്നത്തെ സംഭവം എന്തിട്ടാന്നറിയാമോ? എന്നെ അനുഗ്രഹിക്കണമ്മ. ഒരു സംഭവം ചെയ്യാൻ പോവാണ്. പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോവാ ഞാൻ. യെസ്, ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. എന്തുണ്ട് നോക്കാം, വർക്കൗട്ട് ആവോ ആവില്ല നോക്കാം. അത്രയ്ക്കുള്ള എസ് ആൽഫാമേൽ. ഒരു ലൈഫുള്ള, ഒരു ലൈഫിൽ ചെയ്യാൻ പറ്റണ ചെയ്യുക. ഞാൻ സജസ്റ്റ് ചെയ്യണത്, ഉള്ളിലെന്തെങ്കിലും കാര്യം പറയാൻ ആരെങ്കിലോട് ഉണ്ടെങ്കിൽ പോയി പറയാം. ദാറ്റ്സ് ഇറ്റ്. അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, അക്സെപ്റ്റ് ചെയ്യല്ലെങ്കിൽ ചെയ്യണ്ട. ഇനി നേരെ അമ്പലത്തിൽ കാണാം. എന്നിട്ട് പറയണ് എവിടേക്ക് പോണേന്ന് ചോദിച്ചേ, കാര്യം അറിഞ്ഞല്ലോ. എന്നിട്ട് കാര്യം പറഞ്ഞേ നീ അതിന് പ്രപ്പോസ് ചെയ്യാൻ പോണ കാര്യം. 5 മണിയാകത്ത് ഏത് വേണം തന്നെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നു? അല്ല, 6 മണിന് മുമ്പ് അവിടെ എത്തണം. അതാണ് ആ സിറ്റുവേഷൻ. അമ്മയ്ക്ക് അറിയാം. എന്താ അമ്മ നിനക്ക് പെണ്ണ് കാണാനായിട്ട് സൈഡിൽ നിന്നുണ്ട്? ഇതവരെ ഒന്നുമില്ല, പോവാ പറയാ കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. അത് എന്താ കേസൊന്നും വരെ പോലീസ് പിടിക്കുമ്പോ തള്ളാരെത്തിക്കാൻ വരിക? പോലീസൊന്നും വരില്ല. പോലീസ് വരാണെങ്കിൽ പറ്റല്ലേ, ഒന്നോട്ടെ. അല്ല, തള്ള അറിയാത്തൊരു കേസിന് നീ പോകുമ്പോ പോലീസ് വരുമ്പോ ഞാൻ കൈമൽ തൂങ്ങും. എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പെണ്ണും പെടക്കോഴിയും എല്ലാവരും പെണ്ണുങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടല്ല വീഡിയോ ഉണ്ടാക്കി. വീഡിയോ എല്ലാം അതൊരു പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണ ഒരു പരിപാടിയാണ്. അത് അമ്മയ്ക്ക് മനസ്സിലാവില്ല. അമ്മേരെ കാലഘട്ടം കഴിഞ്ഞു, എൻ്റെ കാലഘട്ടം തുടങ്ങിയിട്ടുള്ളൂ. സോ ഗൈസ്, നട തുറന്നിട്ടില്ല, എന്നാലും ഞാൻ എത്തിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി നേരെ അങ്ങോട്ട് പോവാം. സോ ഗൈസ്, വണ്ടിയുടെ താക്കോല് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ പോവാ. എനിക്ക് തോന്നുന്നു അവൾക്ക് എന്നെ ഓർമ്മ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു സംശയമാണ്. നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് നശിച്ച മഴ. ഈ മഴച്ചാലും കൊണ്ട് അവിടെ വരെ എത്തുമെന്ന് തോന്നുന്നില്ല. മഴ നിന്നിട്ട് പോവാം. മൂടെ പോയി, കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സം വരുമല്ലോ നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ, അതാണ്. ഫൈനലി ഗൈസ്, വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ നശിച്ച മഴ കാരണം പോകാൻ പറ്റുന്നില്ല. അവിടെ എത്തുമ്പോഴേക്കും നനയും, അതാണ് സംഭവം. പറപ്പിക്കാം, കുഴപ്പമില്ല. സോ ഗൈസ്, പകുതി വഴിയിൽ തന്നെ നിൽക്കേണ്ട വന്നു. ഈ മഴയാണെങ്കിൽ മാറണില്ല, കംപ്ലീറ്റ് നനഞ്ഞു, ഫുള്ള് നനഞ്ഞു കണ്ട. അപ്പോൾ ഫുള്ള് നനയാണ്ടിരിക്കാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ കയറി നിൽക്കുന്നുണ്ട്. ഇനി അത് കുഴപ്പമാകും. പക്ഷേ ഒന്നാമതാണെങ്കിൽ അവിടെ എത്തണം, അത്ര നേരത്തെ എത്തണം. അവിടെ സമയമുണ്ട്. OP ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒരു സമയമുണ്ട്. ആ OP ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ഉള്ളിലേക്ക് ആരും കറക്റ്റില്ല. അവിടേക്ക് പാസ് വേണം കറക്കണമെങ്കിൽ. അപ്പോൾ പാസ്സാണെങ്കിൽ ഇവിടെ ഇല്ല. അവിടെ പോയിട്ട് OP ടിക്കറ്റ് എടുത്തിട്ട് വേണം മോളിൽ എങ്ങനെയെങ്കിലും കയറാൻ. പിന്നെ OP ടിക്കറ്റിന് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എൻട്രി തരില്ല. പിന്നെ വേറൊരു കാര്യം, ആ കുട്ടി അവിടെ ഉണ്ടായാൽ മതി. അവിടെ നിന്ന് ശനിയാഴ്ചയാണ്, എനിക്കറിയില്ല ഉണ്ടാവില്ല എന്ന്. ഒടുക്കത്തെ കാലാവസ്ഥ, ഫുൾ മഴ ഗൈസ്. മച്ചന്മാരെ ഫുൾ മഴയാണ്. നനഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഈ മഴയത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും നനയും.
അത് കാരണം വെയിറ്റ് ചെയ്യാം മഴ മാറുന്നവരെ. ചെറിയൊരു റിഹേഴ്സൽ നടത്തി നോക്കാം. പോണ വഴിക്ക് എവിടെ നിന്നെങ്കിലും ചോക്ലേറ്റ് കിട്ടുകയാണെങ്കിൽ മേടിക്കണം. അവിടെ പോയിട്ട് പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോവും, കുട്ടി പ്ലീസ് ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരും, വരാണെങ്കിൽ ആ ചാൻസിൽ ചോദിക്കാം, കുറച്ച് പ്രൈവറ്റ് സ്പേസിൽ ആരില്ലാത്ത സ്ഥലത്തേക്കൊന്ന് വരാൻ പറയാം, എനിക്കൊരു കാര്യം കുട്ടിയോടൊരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറയാം, പറഞ്ഞു നോക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചോണ്ട് ഇതൊക്കെ നടക്കുമോ നടക്കില്ലെന്ന് എനിക്കറിയില്ല. എല്ലാവരും ദൈവത്തിൻ്റെ കയ്യിലിരിക്കണം. ഇന്നൊരു നല്ല ദിവസം ഹനുമാൻ ജയന്തിയാണ്, അത് കാരണമാണ് ഞാൻ ഇന്ന് ഇറങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇറങ്ങുന്നില്ല. പിന്നെ വേറെ കാര്യം, അവിടെ പോയിട്ട് ആ പ്രശ്നം ചോദിക്കാം, കുട്ടിക്ക് എന്നെ മനസ്സിലായോ, കുട്ടിക്ക് എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കാം. ഓർമ്മയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെയും ആ ഓർമ്മപ്പെടുത്താൻ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്. ഞാൻ എന്താ പറയാ, ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്നിട്ട് പറയാം, ഒരു ഫോണിൽ ഒരു സംഭവം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായി. ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി കുട്ടിയോട് നമ്പറാ ചോദിച്ചു. അത് ചെയ്യാൻ പാടില്ല, അതെനിക്ക് മനസ്സിലായി. ആരായാലും നമ്പർ തരില്ല ഓബ്വിയസ്ലി. അപ്പോൾ ഞാൻ ഒരു കോട്ട് കാണിച്ചു കൊടുത്തു, ഒരു കോട്ട് ഉണ്ടാവില്ല, അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ കോട്ടിൽ എഴുതിയത് ഞാൻ പിന്നെ സ്ക്രീൻഷോട്ട് ഇടാം, അതവിടെ എവിടെയെങ്കിലും സ്ക്രീൻഷോട്ട് ഉണ്ടാവും. ആ കോട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ കോട്ട് കാണിച്ചു കൊടുത്തപ്പോഴാണ് ആള് കുറച്ച് ഇമ്പ്രസ് ആയ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. നമ്പർ തരാമെന്ന് ചോദിച്ചു, നമ്പർ തരാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്പറൊന്നും കിട്ടില്ല. അപ്പോൾ ഒന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് അവിടെ പറഞ്ഞു ആ സിറ്റുവേഷനിൽ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ അവളെ കണ്ടിട്ട് 8 മാസം കൺഫേം 8 മാസമായി. അപ്പോൾ എന്നെ അവൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, എനിക്ക് അവളെ ഓർമ്മയുണ്ട്. അപ്പോൾ മറക്കാൻ പറ്റണില്ല, അത് കാരണമാണ് പോകണം, റിസ്ക് എടുക്കണം, പോയി പറയണേ, മനസ്സിലുള്ള കാര്യം ഞാൻ പറയാൻ പോകണോ, അത്രയ്ക്കുള്ളൂ. നേരിട്ട് വിളിക്കും, പറയും, ഇതടാ, അത്രയ്ക്കുള്ളൂ, വേറെ ഒന്നും നോക്കാനില്ല. അപ്പോൾ മച്ചന്മാരെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടന്നില്ല. എന്താ കാരണം, ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനത്തെ അവിടെ സ്റ്റാഫും ഇല്ല എന്ന് പറയുന്നു, സ്റ്റാഫ് മാറി. ഞാൻ ആദ്യം അവിടെ കണ്ടിട്ടുണ്ടായത് 2023-24 ഒക്ടോബർ. അപ്പോഴത്തെ സ്റ്റാഫ് അവർ പഠിക്കാൻ വരുന്ന കുട്ടികളെ അവർ മാറും, മാസം 6 മാസം അല്ല 3 മാസം 2 മാസം ഇടയ്ക്ക് അവർ മാറും. അപ്പൊ ഇപ്പൊ അവിടെ നിൽക്കണ സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇവിടുത്തെ പിള്ളേരെ എവിടെയാണ്, എനിക്കറിയണ്ടായില്ല ഇങ്ങനത്തെ ഒരു സംഭവം, സ്റ്റാഫ് മാറുന്നുണ്ട്, പിള്ളേർ പഠിക്കാൻ വരുന്നതാണ്, അതൊന്നും എനിക്കറിയില്ല. അപ്പൊ അവരുടെ ബാഡ്ജ് മുമ്പിൽ വന്ന് പോയി എന്നാണ് പറയുന്നത്. അവരുടെ ബാഡ്ജ് കഴിഞ്ഞു. അപ്പോ ബാഡ് ലക്ക്, നമുക്ക് ഈ പണിയൊന്നും പറ്റില്ല. വെറുതെ എൻ്റെ 220 ചോക്ലേറ്റും പോയി, സിൽക്ക് പോയി, ഈ കാണാവുന്ന 20 കിലോമീറ്റർ ഓടിയിട്ട് വണ്ടീനെ പെട്രോളും കഴിഞ്ഞു. ഒന്നാമത് ഡൊമിനാറ വലിക്കണ പോലെ അറിയാലോ മജാമാർക്ക്. അപ്പോൾ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടന്നില്ല. കുഴപ്പമില്ല, നമുക്ക് എഴുതിയിട്ടില്ല, അതന്നെ. See you.